ഇപ്പോഴത്തെ ഫീൽ എന്താണ്? ഭയങ്കര സന്തോഷമാണ് എനിക്കിപ്പോഴാണ്. സന്തോഷമാണ്. ആ സമയത്ത് ഒരു വർഷം ഞാൻ കഷ്ടപ്പെട്ട് വളരെ കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് കാലത്തിന് എൻ്റെ അതിന് തുടങ്ങി ഓരോ ക്വസ്റ്റ്യൻസ് ചെയ്ത് ഇപ്പോൾ പഠിച്ചിട്ട് ഇതിൻ്റെ ഒരു റിസൾട്ട് കിട്ടിയാണ് എൻ്റെ. കഴിഞ്ഞ വർഷത്തെ അവാർഡ് ഫംഗ്ഷന് ജോലിയോട് ഉണ്ടായിട്ടുണ്ടാവും ഇല്ലേ? ഇല്ല, അപ്പോഴും ഞാൻ ഹോസ്റ്റലിൽ പഠിക്കും. ഹോസ്റ്റലിൽ പഠിക്കായിരുന്നു. ഓക്കെ. ഹോസ്റ്റലിൽ ഇറങ്ങുന്നു, സൈക്കിൾ ഔട്ടി പിന്നെ പോവാണ്, കാട് കാണുന്നു, കാടും ഓരോ പക്ഷികളും മൃഗങ്ങളും എല്ലാം കണ്ടാണ് നമ്മൾ പോണത്. ആ സമയത്ത് നമ്മളിപ്പോൾ ഇപ്പോൾ സ്റ്റുഡൻ്റ് ആണ്, നമ്മൾ സ്റ്റേജിൽ കാണാണ്. പക്ഷെ ഇനി ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമ്മളാണ് സ്റ്റേജ് നമ്മളെ കാണാൻ ആൾക്കാർ വരുന്നത്. ഹായ്, കൂടെയുള്ളത് ജുവൽ രാജാണ്. ഞങ്ങളിപ്പോൾ ഉള്ളത് സൈലം അവാർഡ് ഫംഗ്ഷനിലാണ്. കഴിഞ്ഞ വർഷം സൈലത്തിലെ കാലിക്കറ്റ് ക്യാമ്പസിൽ നിന്നും പഠിച്ച് ഇപ്പോൾ IIT മദ്രാസിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണോ സിവിൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന നമ്മുടെ സ്വന്തം ജുവൽ രാജിനെയൊക്കെ നമ്മൾ പലതവണ ചാനലിൽ കണ്ടിട്ടുണ്ടല്ലോ. നമ്മൾ പലതവണ ഇന്ത്യ വേഴ്സിക്ക് എടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാം. ജോലി എന്തുണ്ട്, ഇപ്പോൾ നമ്മൾ വളരെ കഷ്ടപ്പെട്ട് പഠിച്ചു. ഓക്കെ, എനിക്കറിയാം ജോലി പിന്നെ എന്താ പറയുക എത്രത്തോളം കഷ്ടപ്പെട്ടെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ അങ്ങനെ കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് ഇപ്പോൾ ഇവിടെ എത്തി നമ്മളെ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ അവാർഡ് വാങ്ങാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഐ മീൻസ് അവാർഡ് ഫംഗ്ഷനിൽ വന്നിരിക്കുക, സ്റ്റുഡൻറ്റ് ഫംഗ്ഷനിൽ വന്നിരിക്കാം. അപ്പോൾ എന്തുണ്ട് അപ്പോൾ ഈ സമയത്ത് ഫീൽ? അപ്പം കൂടെയുള്ള ഫ്രണ്ട്സിനെ കാണുന്നുണ്ട് അല്ലേ, ഫാക്കൾട്ടീസിനൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ എന്താണ് ഒരു ഇപ്പോഴത്തെ ഫീൽ എന്താണ്? ഭയങ്കര സന്തോഷമാണ് എനിക്കിപ്പോഴാണ്. സന്തോഷമാണ്. ആ സമയത്ത് ഒരു വർഷം ഞാൻ കഷ്ടപ്പെട്ട് വളരെ കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് കാലത്തിന് എൻ്റെ അതിന് തുടങ്ങി ഓരോ ക്വസ്റ്റ്യൻസ് ചെയ്ത് ഇപ്പോൾ പഠിച്ചിട്ട് ഇതിൻ്റെ ഒരു റിസൾട്ട് കിട്ടിയാണ് എൻ്റെ. ഇപ്പം വലിയ പരിപാടി, കുറേ നടന്മാരുണ്ട്, സ്റ്റുഡൻസ് ഉണ്ട്, കുറേ ഇത് അങ്ങനെ കുറേ ഇതൊക്കെ നടക്കുന്നു. അതൊരു ഭയങ്കര സന്തോഷം ഉണ്ട് അതിന് വേണ്ടി. അതെ അല്ലേ? അതിന് മുമ്പ് കഴിഞ്ഞ വർഷത്തെ അവാർഡ് ഫംഗ്ഷന് ജോലിയോട് ഉണ്ടായിട്ടുണ്ടാവും ഇല്ലേ? ഉണ്ടായിരുന്നില്ല. ഇല്ല, അപ്പോഴും ഞാൻ ഹോസ്റ്റലിൽ പഠിക്കായിരുന്നു. ഓക്കെ. അപ്പോൾ ഇനി ആ അവാർഡ് ഫംഗ്ഷൻ നടക്കുന്ന സമയത്ത് ഇവിടെ വരാതെ പഠിച്ചു. ഓക്കെ, അപ്പോൾ എന്തായാലും ആ സമയത്തൊരു മെൻറ്റാലിറ്റി ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ സമയത്ത് മെൻറ്റാലിറ്റി ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ആ ഡിഫറൻസ് എങ്ങനെയാണ്? ആ സമയത്ത് നമ്മളിപ്പോൾ ഇപ്പോൾ സ്റ്റുഡൻ്റ് ആണ്, നമ്മൾ സ്റ്റേജിൽ കാണാണ്. പക്ഷെ ഇനി ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമ്മളാണ് ഇനി നമ്മളെ കാണാൻ ആൾക്കാർ വരുന്നത്. അതേപോലെ തന്നെ നമ്മളിപ്പോൾ സൈലത്തിലേക്കൊക്കെ ഡെയിലി വന്നിട്ടുണ്ടാവും അല്ലെ കഴിഞ്ഞ വർഷം. അപ്പം ആ വരുന്ന സമയത്ത് നമുക്കൊരു മെൻറ്റാലിറ്റി, കാരണം റിപ്പീറ്റ് ചെയ്തൊരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം പലതരത്തിലുള്ള പ്രഷറുകളും കാര്യങ്ങളും ഉണ്ടാവും. പിന്നെ എന്താ പറയുക, ഇന്ന് എക്സാം ഉണ്ട് അല്ലേ, ഇന്ന് ക്വസ്റ്റ്യൻസ് പഠിക്കാണ്ട്, ഇതുവരെയുള്ള സാധനങ്ങൾ പഠിച്ചു കഴിഞ്ഞില്ല, ബാക്ക്ലോഗ്സ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു പ്രഷറിലായിരിക്കും പൊതുവെ കയറാറ്. അപ്പോൾ അവിടുന്ന് ഇപ്പോൾ എങ്ങനെയാണ് സൈലം കാണുന്ന സമയത്ത് അല്ലെ, കാരണം പഠിക്കുന്ന സമയത്ത് കാണുന്നതും ഇപ്പോൾ കാണുന്നതും രണ്ടും വ്യത്യാസമായിരിക്കും അല്ലേ? ഇപ്പോൾ എന്താണ് അതിൻ്റെ ഒരു ഇത്? ആ സമയത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതൽ പഠിക്കലും ഈ ഓരോ ഇതാണ്, എക്സാം സ്ട്രെസ് ഉണ്ടാവും, പഠിക്കേണ്ട സ്ട്രെസ് ഉണ്ടാവും, നമ്മൾക്ക് കംപ്ലീറ്റ് ചെയ്യാത്തതിൻ്റെ ഇതുണ്ടാവും, അതൊക്കെയാണ്. പക്ഷേ ഇപ്പം നമ്മൾ ഫുൾ ഫ്രീ ആണ്, ഒന്നും ചെയ്യാൻ ഫുൾ എൻജോയ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കാണുന്നത്. ഇതൊരു കുട്ടികൾക്കും സ്ട്രെസ് ബ്രേക്ക് അതുപോലെ തന്നെയാണ്. പക്ഷെ നമുക്കാണെങ്കിൽ ഒരു സ്ട്രെസ്സേ ഇല്ല, ഇപ്പം സുഖം, എല്ലാം പഠിച്ചതിൻ്റെ ഫലം കിട്ടി, അത് എൻജോയ് ചെയ്യാൻ ഫലം കിട്ടി അല്ലേ? അപ്പോൾ അതിലിപ്പോൾ IIT മദ്രാസിൽ നിന്നും എൻജോയ് ചെയ്യാണ് അല്ലേ? ആണോ? ഫുൾ എൻജോയ്മെന്റ് ആണ്. അവിടെ പഠിത്തം നടക്കുന്നുണ്ടോ? പഠിത്തമൊക്കെ ഉണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഇപ്പം നമുക്ക് അല്ലേ നമ്മുടെ സ്കൂളിൽ കയറുന്നതും അല്ലേ, സ്കൂളിലൊക്കെ പഠിച്ച ആളാണല്ലോ എന്തായാലും. അപ്പോൾ സ്കൂളിൽ കയറുന്നതും IITയിൽ കയറുന്ന തമ്മിൽ വ്യത്യാസം എന്താണ്? ഡെയിലി അത് ക്യാമ്പസ് തന്നെ വ്യത്യാസമാണ്. നമ്മൾ സ്കൂളിൽ ഡയറക്റ്റ് ബിൽഡിങ്, ഡയറക്റ്റിന്റെ ക്ലാസ്, എക്സാം, ഹോസ്റ്റലിൽ ഇറങ്ങുന്നു, സൈക്കിൾ ഔട്ടി പിന്നെ പോവാണ്, കാട് കാണുന്നു, കാടും ഓരോ പക്ഷികളും മൃഗങ്ങളും എല്ലാം കണ്ടാണ് നമ്മൾ പോണത്. ക്ലാസ്സിലൊന്നും ഇല്ലല്ലോ. അങ്ങനെ ക്ലാസ് റൂമിൽ തന്നെ രസമാണ്. ക്ലാസ് റൂമിൽ തന്നെ വലിയ ക്ലാസ് റൂമാണ്, സാധനം ഉണ്ടാവും, കുറേ സ്റ്റുഡൻസ് ഉണ്ടാവും, AC ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഓക്കെ. അപ്പോൾ ഇനി വളരെ സന്തോഷം. അപ്പോൾ അവാർഡ് ഫംഗ്ഷൻ വാങ്ങാൻ പോണ്. അപ്പോൾ അവാർഡൊക്കെ വാങ്ങി ഉഷാറായിട്ട് ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവണം കേട്ടോ. ഓക്കെ, അപ്പോൾ സോ ഗൈസ്, നമ്മുടെ ജുവൽ രാജ് അല്ലേ പിന്നെ വളരെ കഷ്ടപ്പെട്ട് പഠിച്ച്, അതായത് കഴിഞ്ഞ വർഷം ഇതേപോലെ വലിയൊരു ഫംഗ്ഷൻ നടക്കുന്ന സമയത്ത് പോലും ഹോസ്റ്റലിൽ കുത്തിയിരുന്ന് പഠിച്ചിട്ട് കിട്ടിയ റിസൾട്ടാണ്. അത്രയും എഫേർട്ട് എടുത്തിട്ട് കിട്ടിയ റിസൾട്ടാണ്. ആ റിസൾട്ടിൻ്റെ ഭാഗമായിട്ട് അല്ലേ അതിന് കിട്ടിയ അവാർഡ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് ആ റിസൾട്ടിൻ്റെ എഫേർട്ട് കിട്ടിയ IITയിലെത്തി അല്ലേ. അതിൽ നിന്നുള്ള അവാർഡ് അഭിമാനത്തോടു കൂടി നെഞ്ചും വിരിച്ചുകൊണ്ട് സൈലത്തിലേക്ക് വന്നിരിക്കുകയാണ്. അടുത്ത വർഷം നിങ്ങളായിരിക്കണം ഇതുപോലെ ഞങ്ങളുടെ കൂടെ ഉണ്ടാവേണ്ടത്. കാണാം.